കാൽവിൻ പെർഫ്യൂംസിൻ്റെ 51ാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദീപാവലിയൊക്കെ കഴിഞ്ഞു, പക്ഷെ കേരളത്തിലെ ആളുകൾക്ക് ഉത്സവങ്ങളുടെ ഒരു സമയം തുടങ്ങുകയാണ്. ഇനി അമ്പലങ്ങളിലെല്ലാം ഉത്സവങ്ങൾ, പള്ളികളിലെല്ലാം പെരുന്നാൾ. ദാറ്റ് മീൻസ് ഇനിയുള്ള ഒരു 3-4 മാസം എന്ന് പറയുന്നത് ഒരു ഡിവൈൻ ആംബിയൻസ് ആയിരിക്കും എല്ലാ വീടുകളിലും ഉണ്ടാവുക. ഒരു ഡിവൈനിറ്റി ഫീൽ ചെയ്യുന്ന ഒരു സമയമാണ്. അപ്പം ആ ഒരു സമയത്തേക്ക് നമ്മളും ഒരു ഡിവൈൻ ഫ്രാഗ്രൻസിനെ ഒന്ന് പരിചയപ്പെടുത്തുകയാണ് കേട്ടോ. ഡിവൈൻ ഫ്രാഗ്രൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കൊരു ഭക്തി തോന്നുന്ന, എന്താ പറയുന്ന, ഭക്തിയുടെ ആംബിയൻസ് ക്രിയേറ്റ് ചെയ്യുന്ന ഫ്രാഗ്രൻസ്, അതാണ് ഉദ്ദേശിച്ചത്. അതിൽ ഒന്നാമതായിട്ട് എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്നത് നാഗചാമ്പ എന്ന് പറയുന്ന ഒരു പൂവാണ്. അതിൻ്റെ ഫ്രാഗ്രൻസ്. നാഗചാമ്പ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തണുപ്പ് സ്ഥലങ്ങളിൽ, ആ ഹിമാലയ, കാഠ്മണ്ഡു ആ ഏരിയയിലേക്കാണ് കൂടുതൽ കണ്ടുവരുന്നത്. ഇപ്പോൾ നമ്മുടെ നാട്ടിലുമൊക്കെ ആളുകൾ അതിനെ ഉണ്ടാക്കുന്നുണ്ട്, വളർത്തി പൂക്കൾ ഉണ്ടാക്കി എടുക്കുന്നുണ്ട്. അതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് തോന്നുന്നത് ദൈവങ്ങൾക്ക് സമർപ്പിക്കാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു പൂവാണ് ഈ നാഗചാമ്പ എന്ന് പറയുന്നത്. അതൊരു നെഗറ്റീവ് എനർജിയൊക്കെ അബ്സോർബ് ചെയ്യുന്ന ഒരു പുഷ്പമായിട്ടാണ് അതിനെ കണക്കാക്കുന്നത്. ഭയങ്കര ദൈവികത ഉൾക്കൊള്ളുന്ന ഒരു പൂവായിട്ടാണ് നമ്മുടെ ഇന്ത്യൻ ആളുകൾ നമ്മളതിനെ കണക്കാക്കുന്നത്. അതിൻ്റെ ഒരു മെയിൻ ഫ്രാഗ്രൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിന് ചെമ്പകപ്പൂവിൻ്റെ മണവും ചന്ദനത്തിൻ്റെ മണവും കൂടി ചേർന്ന് വരുന്ന ഒരു ഫ്രാഗ്രൻസ് ആണ്. ചെമ്പകത്തിൻ്റെ മണവും അതിൻ്റെ അകത്ത് കിട്ടും, ചന്ദനത്തിൻ്റെ മണവും അതിൻ്റെ അകത്ത് കിട്ടും. സാൻഡൽ പ്ലസ് ചെമ്പകം, ഇത് രണ്ടും കൂടി കമ്പൈൻഡ് ആയിട്ട് വരുന്ന ഒരു ഫ്രാഗ്രൻസ് ആണ്. നല്ല രസമുള്ളൊരു ഫ്രാഗ്രൻസ് ആണ്. നമുക്ക് അതിൻ്റെ അകത്ത് ഒരു ഡിവൈനിറ്റി നമുക്ക് അതിൻ്റെ അകത്ത് ഫീൽ ചെയ്യും. ആ ഫ്രാഗ്രൻസ് നമുക്ക് സ്മെല്ല് ചെയ്യുമ്പോഴത്തേക്കും. ആ പൂവും ഏതാണ്ട് ചെമ്പകപ്പൂവിൻ്റെ പോലത്തെ ഒരു പൂവാണ്. കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അതിന് പൂ കണ്ടു കഴിഞ്ഞാൽ ചെമ്പകപ്പൂ പോലെ തന്നെ ഇരിക്കുന്നൊരു പൂവാണ്. നല്ല രസമാട്ടോ അതിൻ്റെ സ്മെല്ല്. നമുക്ക് ഫസ്റ്റ് ഫീൽ ചെയ്യുന്നത് ചന്ദനത്തിൻ്റെ സ്മെല്ല് തന്നെയാണ്. അതാണ് നാഗചാമ്പ എന്ന് പറയുന്നത്. അത് നമുക്ക് മാർക്കറ്റിൽ ഇപ്പോൾ എല്ലാ പെർഫ്യൂം ഷോപ്പിലും മിക്കവാറും കാണുന്ന ഒരു ഐറ്റം തന്നെയാണ്. ഞാനത് പരിചയപ്പെടുത്തുന്നത് മാത്രമേ ഉള്ളൂ. എൻ്റെ ഷോപ്പിലും അത് ഉണ്ട് കേട്ടോ. ഇത് രണ്ടാമത്തെ ഡിവൈൻ പെർഫ്യൂംസ് എന്ന് പറയുമ്പോഴത്തേക്കും ആദ്യമേ തന്നെ അവരുടെ മനസ്സിലേക്ക് ഓടി വരേണ്ട സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചന്ദനമാണ്, സാൻഡലാണ് ഏറ്റവും ഫസ്റ്റ് ഡിവൈൻ ആയിട്ട് വരേണ്ടത്. ഞാൻ മറ്റത് ആദ്യം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ, കാരണം അത് പരിചയമില്ലാത്ത, അധികം ആളുകൾക്കും പരിചയമില്ലാത്ത ഐറ്റമാണ് നാഗചാമ്പ. അതുകൊണ്ട് ഞാൻ ആദ്യം അത് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ചന്ദനം എല്ലാവർക്കും പരിചയമുള്ളതാണ്. ചന്ദനത്തിൽ ഒരുപാട് വെറൈറ്റി ഉണ്ട് കേട്ടോ. ചന്ദനത്തിൽ ഓരോ സ്ഥലങ്ങളിലും ഉണ്ടാകുന്ന ചന്ദനത്തിനും സ്മെല്ല് വ്യത്യാസമുണ്ട്, കളറ് വ്യത്യാസമുണ്ട്. നമുക്ക് കേരളത്തിൽ കൂടുതൽ മറയൂർ ഏരിയയിലാണ് നമുക്ക് ചന്ദനമുള്ളത്. അവിടെ കുത്ത ചന്ദനം എന്ന് പറഞ്ഞാൽ കൂടുതലും വെള്ളച്ചന്ദനമാണ്. വൈറ്റ് സാൻഡൽ അവൈലബിൾ ആണ്. അതിന് വളരെ ലൈറ്റ് സ്മെല്ലായിരിക്കും, വളരെ സ്മൂത്തായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ലൈറ്റ് ഫ്രാഗ്രൻസ് ആയിരിക്കും. പിന്നെ കർണാടക ആ ഭാഗത്തൊക്കെ വരുന്ന ചന്ദനമാണ് കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ടുള്ള സ്മെല്ല്. മൈസൂർ സാൻഡൽ നമുക്ക് പരിചയമാണ്, മൈസൂർ സാൻഡൽ. പിന്നെ രക്തചന്ദനം, റെഡ് സാൻഡൽ കൂടുതൽ ഉപയോഗിക്കുന്നത് ലേഡീസൊക്കെ കവളത്തുമൊക്കെ കളർ മാറ്റം വരുത്താനും, എന്താ പറയുക, ഈ ചിക്കൻ ബോക്സ് ഒക്കെ വരുമ്പോഴത്തേക്ക് ഉണ്ടാകുന്ന പാടുകളെ കവറപ്പ് ചെയ്യാനൊക്കെ ആയിട്ടാണ് രക്തചന്ദനം കൂടുതൽ ഉപയോഗിക്കുന്നത്. അതിൻ്റെ ഫ്രാഗ്രൻസ് ഉണ്ട്, അത് കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ടുള്ള ഫ്രാഗ്രൻസ്, ഭയങ്കര ഹെവി ലാസ്റ്റിംഗ് ഉള്ളതാണ് രക്തചന്ദനത്തിൻ്റെ ഫ്രാഗ്രൻസ്. അങ്ങനെ സാൻഡൽ ബേസ്ഡ് ആയിട്ട് കുറേ ഐറ്റംസ് ഉണ്ട്. എനിക്ക് പരിചയമുള്ളൊരു 3 ഞാൻ പരിചയപ്പെടുത്തിയത്. മൈസൂർ സാൻഡൽ, റെഡ് സാൻഡൽ, വൈറ്റ് സാൻഡൽ, അങ്ങനത്തെ ഒരു 3. ഇനിയുള്ള ഒരു ഡിവൈൻ പെർഫ്യൂം എന്ന് പറയുന്നത് ഭസ്മത്തിൻ്റെ സ്മെല്ലുള്ളത്. ഭസ്മത്തിൻ്റെ സ്മെല്ലെന്ന് പറയുമ്പോൾ നമുക്കൊരു അമ്പലത്തിലേക്കൊക്കെ കടക്കുമ്പോഴത്തേക്കും ആ ഫ്രണ്ടിൽ വരുമ്പോൾ തന്നെ ഒരു ഡിവൈൻ സ്മെല്ല് നമുക്ക് ഫീൽ ചെയ്യും. തിരി കത്തിക്കണതിൻ്റെയും എണ്ണ കത്തിക്കണതിൻ്റെയൊക്കെ ആയിട്ടുള്ള ആ ഒരു സ്മെല്ല് എല്ലാം കൂടി ചേർന്ന് വരുന്ന ഒരു സ്മെല്ല്, ഒരു ഭസ്മത്തിൻ്റെ ഒരു സ്മെല്ല് നമുക്ക് ശരിക്കും ഫീൽ ചെയ്യും. അതിനെ ബേസ് ചെയ്തിട്ടുള്ള പെർഫ്യൂം ഉണ്ട്. ഭസ്മം തന്നെ അതിൻ്റെ അകത്ത് ഭസ്മത്തിൻ്റെ പേര് തന്നെ ഇട്ടുകൊണ്ട് തന്നെയാണ് അവർ ആ പെർഫ്യൂം ഇറക്കിയിരിക്കുന്നത്. ഭസ്മത്തിൻ്റെ സ്മെല്ല് ഭയങ്കര ലാസ്റ്റിംഗ് ആണ്. നമ്മൾ രാവിലെ അടിച്ചു കഴിഞ്ഞാൽ വൈകുന്നേരം വരെ അതിൻ്റെ സ്മെല്ല് നിൽക്കും. പക്ഷെ ഭസ്മത്തിൻ്റെ മണം ഇഷ്ടമായിരിക്കണം കേട്ടോ, എല്ലാവർക്കും അത് ഇഷ്ടപ്പെടണമെന്നില്ല. അങ്ങനത്തെ ഭസ്മത്തിൻ്റെ സ്മെല്ലുള്ള പെർഫ്യൂം ഉണ്ട്. അങ്ങനെ ഡിവൈൻ ഫ്രാഗ്രൻസുകൾ കുറേ ഉണ്ട്. എനിക്ക് പരിചയമുള്ള ഒരു 3-4 പരിചയപ്പെടുത്തിയതേ ഉള്ളൂ. ഞാനത് ഈ ഒരു കാലഘട്ടത്തിൽ നമുക്കത് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പെർഫ്യൂംസാണ് ഇതെല്ലാം. ഇനി അടുത്ത വീഡിയോയിൽ പുതിയ പെർഫ്യൂം പരിചയപ്പെടുത്തുന്നവരേക്ക് എല്ലാവരും